എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നല്ല സുഹൃത്താണ് ശ്രീ രാഹുൽ ഈശ്വർ. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനാണ്. പല ഹിന്ദു വിഷയങ്ങളിൽ, ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ, മതവിഷയങ്ങളിലൊക്കെ തന്നെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചർച്ചയിൽ ഒന്നിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പാകിസ്ഥാൻ എന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടെയുള്ള ജനം അവിടെയുള്ള ഹിന്ദുക്കളെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി അടിച്ചമർത്തിയത്, എങ്ങനെയാണ് അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞത് എന്നുള്ള ഒരു പരാമർശം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിന്, ഇന്ത്യ വിഭജനത്തിന് ഒക്കെ മുമ്പ് എത്രത്തോളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് എങ്ങനെയാണ് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിശദീകരണങ്ങളിലേക്കൊന്നും തന്നെ പോയില്ല എങ്കിലും അതിൽ റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് എന്നും ഒരു ക്ലെൻസിങ്ങിൻ്റെ ഒരു എലമെൻ്റ് അതിലുണ്ട് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ കണക്ക് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കണക്ക് ഏകദേശം 15% ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് 1.6% മാറി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെ ആ ഒരു ചർച്ചയിൽ ഖണ്ഡിക്കാനുള്ള സമയമൊന്നും തന്നെ ശ്രീ രാഹുൽ ഈശ്വറിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് ഒരു വീഡിയോ ചെയ്തു. അത് ഞാൻ ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അതിന് മൈഗ്രേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതല്ലാതെ അവിടെ ഒരു വലിയ രീതിയിലത്തേക്കുള്ള പെർസിക്യൂഷനോ ഒരു ക്ലെൻസിങ്ങോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ശത്രുരാജ്യമാണ് എങ്കിൽ പോലും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മളവരെ വിമർശിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്നത് വിവരങ്ങൾക്ക്, കണക്കുകൾക്ക് ഒക്കെ വേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്നത് ഗ്രോക്ക് എന്ന AI പ്ലാറ്റ്ഫോമിനെയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ട്രാൻസ്മൈഗ്രേഷനാണ് എന്നതും അതോടൊപ്പം തന്നെ വലിയ ക്ലെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധതയുടെ പേരിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക നടപടിയുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല ഈ പോപ്പുലേഷൻ കുറഞ്ഞിരിക്കുന്നത് എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ തുടർന്ന് കാണുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ട്രാൻസ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട്, പാർട്ടീഷനുമായി ബന്ധപ്പെട്ട്, അന്ന് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും നടന്നത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ മൈഗ്രേഷൻ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മതപരമായിട്ടുള്ള പെർസെക്യൂഷൻ ഒരു ഘടകമായിരുന്നു. ഈ ആൾക്കാർക്ക് അതാത് രാജ്യങ്ങളിൽ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും പോപ്പുലേഷൻ എക്സ്ചേഞ്ചിന് പോയത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ വെൽ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതിൽ തന്നെ എങ്ങനെയാണ് ഇന്ത്യൻ സൈഡിലേക്ക് ഹിന്ദുക്കളുടെ ഒരു പോപ്പുലേഷൻ വർദ്ധിച്ചത്, പാകിസ്ഥാനിലേക്ക് എങ്ങനെയാണ് മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചത്, എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല വ്യക്തികളും സംഘടനകളുമൊക്കെ തന്നെ അതാത് രാജ്യത്ത് തുടരാനായിട്ട് തീരുമാനിച്ചത്, തങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് ഒരുപക്ഷെ മൈനോറിറ്റിയായി പോകും എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ആ തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത്, പിന്നീട് രണ്ട് രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന പോപ്പുലേഷൻ വർധനവ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് മൈനോറിറ്റീസിൻ്റെ കാര്യത്തിൽ, ഇവയൊക്കെ തന്നെ ഒരുപക്ഷെ പാഠ്യവിഷയമാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ പൂർണ്ണമായ രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കേവലം AI നമ്മളൊരു ഡേറ്റ ചോദിക്കുമ്പോൾ ആ ഡേറ്റയിൽ മൈഗ്രേഷനാണ് കാരണം എന്ന് പറഞ്ഞാൽ കേവലം ആൾക്കാർ ഇരു രാജ്യങ്ങളിലെയും വീസ എടുത്തതിന് ശേഷം ഇരു രാജ്യങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നില്ല. മറിച്ച് ഈ മൈഗ്രേഷന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ആ മൈഗ്രേഷൻ്റെ കാരണങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പീഡനമാണോ സംരക്ഷണമാണോ നമ്മുടെ സർക്കാരുകളും ജനങ്ങളും നൽകിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഗ്രോക്കിനെ അദ്ദേഹം സ്വീകരിച്ചതുപോലെ തന്നെ ChatGPT ഞാൻ ചോദിച്ചു, 1947 മുതലുള്ള പാകിസ്ഥാനിലെ പോപ്പുലേഷനിലുള്ള ചേഞ്ച് എന്തൊക്കെ കാരണത്താലാണ് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് അതിൽ ഹിന്ദു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ചേഞ്ചുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൻ്റെ കാരണങ്ങളെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഓരോ തീരുമാനത്തിലും, അത് മൈഗ്രേഷനിലായിക്കോട്ടെ, ക്ലെൻസിങ്ങിലായിക്കോട്ടെ, റിലീജിയസ് പെർസെക്യൂഷനിലായിക്കോട്ടെ, മറ്റ് കാരണങ്ങളിലായിക്കോട്ടെ, എത്രത്തോളം ആൾക്കാരെയാണ് കൃത്യമായി അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഭാഗമായി എസ്റ്റിമേറ്റുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അതിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ChatGPT പറയുന്നത് അവിടെ ആൾക്കാരുടെ എണ്ണം കുറയുന്നതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഫോഴ്സ്ഡ് കൺവേർഷനാണ്, അതായത് നിർബന്ധിത മതപരിവർത്തനം. ഒരു രാജ്യത്തും വളരെ ഡെമോക്രാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന, വളരെ സെക്യുലറായി ചിന്തിക്കുന്ന ഒരു രാജ്യത്തിനും ഈ ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. കൺവേർഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വേച്ഛയാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഫോഴ്സ്ഡായി മാറുമ്പോൾ അയാളുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ടാണ് അത് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ അയാളുടെ സ്വധർമ്മം എന്താണോ ആ സ്വധർമ്മം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം അയാൾക്ക് ആ സ്റ്റേറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. എന്ന് വെച്ചാൽ ശ്രീ രാഹുൽ, അത് റിലീജിയസ് പെർസെക്യൂഷൻ അഥവാ മതപീഡനം എന്ന പട്ടികയിൽ വരുന്നതാണ്. അതിൻ്റെ അഫക്റ്റഡായിട്ട് കാണിക്കുന്നത് എസ്റ്റിമേറ്റുകൾ മാത്രമാണ്. ഏതാണ്ട് 45,000 ആൾക്കാർ വരെ എന്നത് പറയുന്നത് ഒരുപക്ഷെ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള കണക്കുകളായിരിക്കും. ആക്ച്വൽസ് ഒക്കെ ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് എന്ന് നമുക്കറിയാം.
രണ്ടാമത് മൈഗ്രേഷൻ ഡ്യൂ ടു പെർസെക്യൂഷൻ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീസ എടുത്തതിന് ശേഷം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനം തന്നെ അതാത് രാജ്യത്ത് അവർ നേരിട്ടിരുന്ന കൊടിയ പീഡനങ്ങളും റിലീജിയസ് ആയിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെയാണ്. അതിനാണ് നമ്മൾ മതപീഡനം എന്ന് പറയുന്നത്. ഇതിൽ ChatGPT തന്നെ ഇതിനെ വിളിക്കുന്നത് മൈഗ്രേഷൻ ഡ്യൂ ടു പെർസെക്യൂഷൻ എന്നാണ്. പീഡനത്തെ തുടർന്നുള്ള മൈഗ്രേഷനാണ്. ആ മൈഗ്രേഷൻ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 4 ലക്ഷം ഹിന്ദുക്കളെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4 ലക്ഷം ഹിന്ദുക്കളെ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവേണ്ടതില്ല. ഇനി മറ്റൊന്ന് ബ്ലാസ്ഫേമി റിലേറ്റഡ് ഇൻസിഡൻസ്, അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു മതത്തിനെയോ അതിൻ്റെ ദൈവങ്ങളെയോ കുറ്റപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ. അതായത് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ചാണെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുക, മുസ്ലിങ്ങളെ വിമർശിക്കുക, പ്രവാചകനെ വിമർശിക്കുക, അള്ളാഹുവിനെ വിമർശിക്കുക, ഖുറാനെ വിമർശിക്കുക, ഹദീസുകളെ വിമർശിക്കുക തുടങ്ങിയ രീതിയിലത്തേക്കുള്ള മതപരമായിട്ടുള്ള ബ്ലാസ്ഫേമസ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെയെല്ലാം തന്നെ ബ്ലാസ്ഫേമി റിലേറ്റഡ് ഇൻസിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അതിന് വിധേയരായിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഇവർ പറയുന്നത് ഹൺഡ്രഡ്സ് ഡയറക്ട്ലി, തൗസൻഡ്സ് ഇൻഡയറക്ട്ലി. ഇതെല്ലാം ഹിന്ദു കമ്മ്യൂണിറ്റിയെ പറ്റി മാത്രമാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ടെമ്പിൾ ഡെസക്രേഷൻ ആൻഡ് അറ്റാക്സ്, അതായത് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അറ്റാക്കുകൾ, ക്ഷേത്രങ്ങളെ വാൻഡലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പരിപാടികൾ, ഡെസക്രേഷൻ, ഇതൊക്കെ തന്നെയാണ്. അതിന് ഹൺഡ്രഡ്സ് ഓഫ് സൈറ്റ്സ്, അതായത് അവിടെയുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ ഈ രീതിയിലത്തേക്കുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ChatGPT പറയുന്നത്. അടുത്തത് സിസ്റ്റമിക് ഡിസ്ക്രിമിനേഷൻ, അതായത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട രീതിയിലത്തേക്കുള്ള വിവേചനം. ആ വിവേചനത്തിന് പാത്രമായിരിക്കുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഡോക്യുമെൻറ്റഡേ അല്ല, അത് പറയുന്നത് മില്യൺസ് ഇൻഡയറക്ട്ലി എഫക്റ്റഡ്. അതായത് നേരിട്ടാണെങ്കിൽ നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്ത് പറയാം, പക്ഷേ ഈ രീതിയിലത്തേക്കുള്ള സാമൂഹ്യമായിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അത് ഫേസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം പല ദശലക്ഷങ്ങളാണ് എന്നാണ്. എന്നുവെച്ചാൽ ഈ കാരണങ്ങളാലാണ് പാകിസ്ഥാനിലുള്ള ഹിന്ദു പോപ്പുലേഷൻ 1947 കഴിയുമ്പോഴേക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയുന്നത്. അതല്ലാതെ കേവലം മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സ്വേച്ഛയാൽ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി പോകുന്നു, കുടുംബമായി സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്നു. ഈ കാര്യത്തിനൊക്കെ നമ്മൾ പോകുന്നത് പോലെയുള്ള ഒരു മൈഗ്രേഷൻ അല്ല സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടതാണ്. ഇനി ChatGPTയെ മാത്രം ഞാൻ ആശ്രയിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൂടി ഞാൻ പരിശോധിച്ചു. അതിൽ ഞാൻ പരിശോധിച്ച ഒരു രേഖ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു രേഖയാണ്. UN-ൻ്റെ HRCയിൽ അഥവാ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ കൊണ്ടുവന്നതാണ്. അതിൻ്റെ 52ാമത് സെഷൻ നടക്കുന്ന സമയത്താണ്. അത് 2023 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 31 വരെ നടന്നതാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയോ പാകിസ്ഥാനോ അല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇന്ത്യയുടെ വ്യൂ അല്ല, പാകിസ്ഥാൻ്റെ വ്യൂ അല്ല. റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റഡ് ബൈ ഹ്യൂമൻ റൈറ്റ്സ് കോൺഗ്രസ് ഫോർ ബംഗ്ലാദേശ് മൈനോറിറ്റീസ്, HRCBM എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് കോൺഗ്രസ് എന്ന സംഘടനയാണ്. ആ സംഘടന ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അതിന് സ്പെഷ്യൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന സമർപ്പിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ ആധാരമാക്കി ഞാൻ പറഞ്ഞാൽ, ആ റിപ്പോർട്ട് പോലും അവർക്ക് കിട്ടിയിരിക്കുന്നത് UN സെക്രട്ടറി ജനറലിനെ റിസീവ് ചെയ്തിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ അദ്ദേഹം എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ റെസൊല്യൂഷൻ 1996 പ്രകാരം അദ്ദേഹം അതിനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്. ആ പാരഗ്രാഫ് വായിച്ചാൽ ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ സംശയങ്ങളും അതോടുകൂടി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അതിങ്ങനെയാണ്: The Pakistan that born out of Islamic movement unleashed reign of terror against Hindus and other minorities in both West and East Pakistan. അതായത് ഇന്ന് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് പാകിസ്ഥാനും ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ് പാകിസ്ഥാനിലും ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഉണ്ടായതിനു ശേഷം അതിശക്തമായ രീതിയിലത്തേക്കുള്ള റിലീജിയസ് പെർസെക്യൂഷനാണ്, ഭീകരവാദ പ്രവർത്തനമാണ് ഹിന്ദുക്കൾക്കും മറ്റുള്ള മൈനോറിറ്റീസിനും നേരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. A series of massacres took place in East Pakistan in which law enforcement and Islamists went on rampage against Hindus. ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ ഒരുപാട് കൂട്ടക്കൊലകളാണ് അവിടെ നടന്നിരുന്നത്. അതെല്ലാം തന്നെ നടത്തിയിരുന്നത് ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾക്കെതിരെയാണ്. The biggest massacres of Hindus and other minorities in East Pakistan took place during 1949. ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വംശഹത്യ നടന്നിരുന്നത് 1949, 1950 1950, 1964 1964 ആൻഡ് 1971 1971. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ശ്രദ്ധിക്കേണ്ടത് 1947 മൈഗ്രേഷൻ എന്ന് പറയുന്നത് മതപീഡനത്താലായിരുന്നു പ്രധാനമായും എന്നതുപോലെ തന്നെ അന്നതവിടെ തീർന്നില്ല എന്നും
തുടർച്ചയായിട്ട് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ വംശഹത്യ നടക്കുന്നുണ്ട് എന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പീരീഡുകളെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലമാണ്. 49, 50, 64, 71. ഇനി from August 1949 to January 1950, Muslims went on pillaging Hindu women and massacred thousands of Hindus and indigenous people. അതായത് 1949 ഓഗസ്റ്റ് മുതൽ 1950 ജനുവരി വരെയുള്ള വിവിധ മാസങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ കൊള്ളയടിക്കുകയും നിരവധിയായിട്ടുള്ള തൗസൻഡ്സ് ഓഫ് ഹിന്ദുസ് ആൻഡ് അതർ ഇൻഡിജിനസ് പീപ്പിൾ, തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങളെ, ഹിന്ദുക്കളെ, അങ്ങനെ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് പറയുന്നത്. മോർ ദാൻ 3.5 million ടുക്ക് ഷെൽട്ടർ ഇൻ നെയ്ബറിംഗ് ഇന്ത്യ ടു എസ്കേപ്പ് വയലൻസ്. 35 ലക്ഷം ആൾക്കാരെങ്കിലും ഇന്ത്യയിലേക്ക് ഇതിൻ്റെ ഭാഗമായി അഭയാർത്ഥികളായി എത്തി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ദിസ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഗവൺമെൻറ് ഫോഴ്സസ് ആൻഡ് ഇസ്ലാമിസ്റ്റ് ഇൻ ഈസ്റ്റ് പാകിസ്ഥാൻ അറ്റാക്കിംഗ് ഹിന്ദുസ് ആൻഡ് അതർ മൈനോറിറ്റീസ്. നോക്കുക, ഈ 35 ലക്ഷം ആൾക്കാരുടെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മതപീഡനം അനുഭവിച്ചതിൻ്റെ പേരിലാണ്. അങ്ങനെ ഉണ്ടായതിന് ശേഷവും ഗവൺമെൻറ് ഫോഴ്സസിനോ അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്കോ അവരുടെ ഈ പരിപാടി നിർത്തണമെന്ന് തോന്നിയിട്ടേയില്ല എന്നാണ് പറയുന്നത്. ദ സ്പൊറാഡിക് അറ്റാക്സ് ഫോളോഡ് ബൈ മാസ് അറ്റാക്സ് ഓൺ January 2, 1964. അതായത് ഒന്നിടവിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന അറ്റാക്കുകളും പിന്നീട് അതിനിടയ്ക്ക് നടക്കുന്ന മാസ്സായിട്ടുള്ള കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് 1964 ജനുവരി 2 ഉണ്ടായിരുന്ന ഇൻസിഡൻറ്റിനെ പറ്റി പ്രത്യേകമായി പറയുന്നുണ്ട്. ഫോളോയിങ് ദ കണ്ടിന്യൂഡ് എത്നിക് ക്ലെൻസിങ് ഓഫ് ഹിന്ദുസ് ആൻഡ് ട്രൈബൽസ്. ഈ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. എത്നിക് ക്ലെൻസിങ് ഇല്ല എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതേ വാക്കാണ്. ഫോളോയിങ് ദ കണ്ടിന്യൂഡ് എത്നിക് ക്ലെൻസിങ് ഓഫ് ഹിന്ദുസ് ആൻഡ് ട്രൈബൽസ്. ഹിന്ദുക്കളുടെ അതേപോലെ തന്നെ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ വംശീയമായിട്ടുള്ള ഉന്മൂലനം അവിടെ നടക്കുമ്പോൾ പാകിസ്ഥാൻ പ്രൊമൽഗേറ്റഡ് ആൻ ഓർഡിനൻസ് ദാറ്റ് പ്രോഹിബിറ്റഡ് ഹിന്ദുസ് ടു സെൽ ദെയർ പ്രോപ്പർട്ടി. ഇത് നടക്കുന്നതിനിടയിലാണ് ഹിന്ദുക്കൾ അവരുടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം പാകിസ്ഥാനിൽ പാസ്സാക്കുന്നത്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് 1964 ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഈസ്റ്റ് പാകിസ്ഥാനാണ് എന്നുള്ളത് ഓർക്കുക. This promulgation forced Hindus to abandon their properties and escape to India during pogroms. അതായത് ഈ വംശീയമായിട്ടുള്ള കൂട്ടക്കൊലകളൊക്കെ നടക്കുന്ന സമയത്ത് തങ്ങളുടെ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ പോലും ആകാതെ അതിനെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹിന്ദുക്കൾ നിർബന്ധിതരായി എന്നാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ പറയുന്നത്. As such, Pakistan declared property of Hindus who took shelter in India as enemy property. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപേക്ഷിച്ച് തങ്ങളുടെ വസ്തുക്കൾ ഉപേക്ഷിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് പോയ ഹിന്ദുക്കളുടെ ആ പ്രോപ്പർട്ടികളെല്ലാം തന്നെ എനിമി പ്രോപ്പർട്ടി എന്ന പേരിൽ പാകിസ്ഥാൻ കാറ്റഗറൈസ് ചെയ്തു. പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസേഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഹിന്ദുസ് ആൻഡ് ട്രൈബൽസ് കണ്ടിന്യൂഡ്. സർക്കാർ പ്രായോജിതമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ എന്നാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് ഡിസ്ക്രിമിനേഷൻ. അത് വീണ്ടും തുടർന്നു. ആൻഡ് ദ സ്റ്റേറ്റ് യൂസ്ഡ് എവറി എക്സ്ക്യൂസ് ടു അൺലീഷ് റെയിൻ ഓഫ് ടെറർ എഗെയിൻസ്റ്റ് ദം. എന്ത് ഉപാധികൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ഹിന്ദുക്കൾക്കെതിരെ, ഗോത്രവിഭാഗക്കാർക്കെതിരെ കടുത്ത ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം അഥവാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അഥവാ സർക്കാർ ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. In 1971, Pakistan killed 3 million people and gang raped 4 lakh women and girls, mostly Hindus, in a campaign of systemic rape, and forced 10 million, mostly Hindus, to flee East Pakistan to neighboring India. ഒന്ന് നോക്കുക, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. 1971 പാകിസ്ഥാൻ 30 ലക്ഷം ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു. അതുകൂടാതെ 4 ലക്ഷം സ്ത്രീകളെയും പെൺകുട്ടികളെയും ഗ്യാങ് റേപ്പ് ചെയ്തു, കൂട്ടബലാത്സംഗത്തിന് വിധേയരാക്കി. അത് മോസ്റ്റ്ലി ഹിന്ദുസ്, അതിൽ കൂടുതലും ഹിന്ദുക്കളാണ്. ട്രൈബൽസ് ഉണ്ട് എന്ന് നമുക്കറിയാം, കൂടുതലും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ്. ഇനി ക്യാമ്പയിൻ ഓഫ് സിസ്റ്റമിക് റേപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട മാനഭംഗം എന്നാണ് പറയുന്നത്, സ്ഥാപനവൽക്കരിക്കപ്പെട്ട മാനഭംഗം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് റേപ്പ് നടക്കുക ആസ് എ പ്രോഗ്രാം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹീനമായി ചിന്തിക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമേ അത് സാധ്യമാകൂ എന്നാലോചിച്ച് നോക്കുക. ആൻഡ് ഫോഴ്സ്ഡ് 10 million, മോസ്റ്റ്ലി ഹിന്ദുസ്, ടു ഫ്ലീ ഈസ്റ്റ് പാകിസ്ഥാൻ. 10 ദശലക്ഷം ആൾക്കാർ എന്ന് വെച്ചാൽ 1 കോടി ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് അഥവാ ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറാനുണ്ടായ കാരണം ഇതാണ് എന്നാണ് പറയുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ ആലോചിച്ച് നോക്കുക, ഇത് എത്നിക് ക്ലെൻസിങ് അല്ല എങ്കിൽ മറ്റെന്താണ് എന്ന് താങ്കൾ പറയുക. ഇനി ബാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിയർലി 30,000 women and girls who were brutally gang raped committed suicide. 4 ലക്ഷത്തിലധികം സ്ത്രീകളും പെൺകുട്ടികളും മാനഭംഗത്തിനിരയായി എന്ന് പറയുമ്പോൾ അതിലേതാണ്ട് 30,000-ഓളം വരുന്ന സ്ത്രീകളും പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് പറയുക. എത്നിക് ക്ലെൻസിങ്ങിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അവരെ കൊല്ലുക എന്നുള്ളതും അല്ലെങ്കിൽ അവരെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതും. അത് സംഭവിച്ചു. അതുകൂടാതെ ആൻഡ് ആൻ എസ്റ്റിമേറ്റഡ് 1,70,000 റിസീവ്ഡ് അൺലോഫുൾ അബോർഷൻ.
1,70,000 സ്ത്രീകൾക്ക് നിയമവിധേയമല്ലാത്ത അബോർഷൻ അഥവാ ഗർഭഛിദ്രം വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. എത്രത്തോളം ക്രൂരമായിട്ടുള്ള എത്നിക് ക്ലെൻസിംഗ് ആണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇറ്റ് ഈസ് എൻ ഐറണി ദാറ്റ് പാകിസ്ഥാൻ നെവർ ബീൻ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ വാർ ക്രൈംസ് ഓഫ് 1971. 1971 പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന ഈ യുദ്ധക്കുറ്റങ്ങൾക്ക് അവർ ഒരിക്കലും അക്കൗണ്ടബിൾ ആയിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുമായോ പാകിസ്ഥാനുമായിട്ടോ ബന്ധമുള്ള ഓർഗനൈസേഷൻ അല്ല, മറിച്ച് ഇന്നത്തെ ബംഗ്ലാദേശാണ്. അവരുടെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ ചെയ്തിരുന്നത് എന്താണ് എന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനെ നമുക്ക് വെള്ളപൂശി സംരക്ഷിക്കാൻ കഴിയില്ല. മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രാജ്യ താല്പര്യങ്ങൾ, അതിൽ മൈനോറിറ്റീസിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും അവർ നൽകുന്നില്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആ സംരക്ഷണം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ ആര് ഭരിച്ചാലും എല്ലാ കാലവും അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെയാണെങ്കിലും മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നും പാകിസ്ഥാൻ്റെ അന്നുണ്ടായിരുന്ന 1.6 എന്ന് പറയുന്നത് ഇന്ന് മാർജിനലി 2% മുകളിലേക്ക് മാത്രമേ 75 വർഷങ്ങൾക്ക് ശേഷവും ആയിട്ടുള്ളൂ എന്നതും കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മൈനോറിറ്റീസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ്. ഇനിയും താങ്കൾക്ക് വിശ്വാസമില്ല എങ്കിൽ ക്രിക്കറ്റർ ഡാനിഷ് കനേറിയുടെ ട്വീറ്റുകൾ മാത്രം നോക്കിയാൽ മതി. തൻ്റെ ധർമ്മം, ഹിന്ദു ധർമ്മം ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഡാനിഷ് കനേറിയ ഒരുപക്ഷെ മുസ്ലിം ആയിരുന്നുവെങ്കിൽ തനിക്ക് പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആകാമായിരുന്നു എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഇപ്പോഴും പറയുന്നത് തൻ്റെ ധർമ്മത്തിനെ, ഹിന്ദു ധർമ്മത്തിനെ വിടാനായിട്ട് താൻ തയ്യാറല്ല. പാകിസ്ഥാനിലെ മൈനോറിറ്റീസ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നിർഭയം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് പോലെയുള്ള ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു വെള്ളപൂശലൊന്നും തന്നെ ഈ വിഷയത്തിൽ ചെയ്യരുത്. ഇത് ദേശ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്നത് പാകിസ്ഥാനെ പോലെ കമ്പയർ ചെയ്യാവുന്ന ഒരു രാജ്യമല്ല. പാകിസ്ഥാൻ ഒരു അധമ രാജ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കണക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ChatGPTയുടെ കണക്കുണ്ട്. അതുകൂടാതെ UN പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ്റെ കണക്കുണ്ട്. ആ ഓർഗനൈസേഷന് സ്പെഷ്യൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ കണക്കുകൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം ഈ വെള്ളപൂശൽ ദയവ് ചെയ്ത് നിർത്തണം എന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ഉറച്ച നിലപാടുകളുമായി വരാനായിട്ട് താങ്കൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.